വയനാട് അമ്പലവയലിലുള്ള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ സമരപ്രഖ്യാപനവുമായി വിരമിച്ച ഉദ്യോഗസ്ഥൻ. വിരമിച്ച ഒരു വർഷമായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് മുൻ ഫാം സൂപ്രണ്ടായ ടി ജേക്കബിന്റെ പ്രതിഷേധം. ചില ഉദ്യോഗസ്ഥർ ആനുകൂല്യങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. സർവീസിലിരിക്കുമ്പോൾ ഇവരുടെ തിരിമറികൾ പിടികൂടി നടപടിയെടുത്തതിന്റെ പ്രതികാരമാണെന്നും ജേക്കബ് പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും ജേക്കബ് വ്യക്തമാക്കി. ഓഫീസിലുള്ള 4ഓളം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം എൻ്റെ സർവീസ് ബുക്ക്, എൻ്റെ ഓഡിറ്റ് സംബന്ധമായ രേഖകൾ എല്ലാം 7 മാസവും 2 മാസവും എല്ലാം അവരുടെ അലമാരയിൽ വെച്ച് പൂട്ടി മനഃപൂർവ്വം താമസിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കാൻ വൈകിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഓഫീസിലുള്ള ഒരു അസിസ്റ്റന്റായ ഡോക്ടർ പ്രവിഷ KR എന്ന് പറയുന്ന കുട്ടി 10 മാസത്തോളം ചില വ്യാജരേഖകൾ ചമച്ച് അവധി സംഘടിപ്പിച്ച് വീട്ടിലിരുന്നുകൊണ്ട് ശമ്പളം വാങ്ങി. ഇതിനെതിരെ ഞാൻ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് ഒരു പരാതി അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൈപ്പറ്റിയ ശമ്പളം തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ എൻ്റെ സർവീസ് ബുക്ക്, മറ്റ് രേഖകളെല്ലാം വെട്ടിക്കുത്തി നാശാക്കി അയക്കുകയും ഒരു 8 മാസക്കാലത്തോളം എൻ്റെ സർവീസ് ബുക്ക് യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി.